വണ്ടിപ്രാന്തന്മാർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഏതൊക്കെ മോഡിഫിക്കേഷൻസ് അനുവദിക്കാം എന്നത് കൃത്യമായി പഠിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 18 തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നിയമ തടസ്സമില്ലാതെ ആരുടെയും അനുമതിയില്ലാതെ തന്നെ നടപ്പാക്കാം എന്നുള്ളതാണ് ഗതാഗത കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനിയാണ് ഞങ്ങൾ വണ്ടിപ്രാന്തന്മാരെ ഷോ. നമുക്കങ്ങ് സുഖിക്കണം. നീ ആ മോഡിഫിക്കേഷൻ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാനാവുന്ന മാന്യമായ സ്റ്റിക്കറുകളായാൽ മതി. വാഹനത്തിനുള്ളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കാം. റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, കൂടുതൽ സ്പീക്കറുകൾ. കാറിനകത്ത് ആദ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റം പണിയണം. ഒരു ഡോറിൽ ഒരു 8 സ്പീക്കർ, എഞ്ചിന് സ്പീക്കർ വെക്കണം. അതായത് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോകണമെന്ന് കേൾക്കണം, ബാക്കിൽ നിന്ന് വരുന്നവന്ന് കേൾക്കണം. അനുവദിക്കുന്ന മോഡിഫിക്കേഷന്റെ പട്ടികയിലുള്ളത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാമറ. സീറ്റ് കവർ ഇടാം, ഫ്ലോർ മാറ്റ് ഇടാം. അതല്ല മോഡിഫിക്കേഷൻ എന്താണ് വൈര്? സ്റ്റിയറിംഗ് വീൽ കവർ ഇടാം. പിന്നെ ലൈറ്റ് എത്തിക്കാൻ സ്പീക്കറിൽ പാട്ട് കേൾക്കാം. ഇതൊക്കെയാണോ മോഡിഫിക്കേഷൻ? സൺ ഫിലിം വരെയാണ്. 50% വരെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള സൺ ഫിലിമുകൾ അനുവദിക്കാം എന്നാണ് റിപ്പോർട്ടിലുള്ളത്. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാൻ എന്ത് ഇവരെ സമ്മതിക്കുന്നില്ല. പിന്നെ പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. വാഹനപ്രേമികൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ എന്നാണ് ഇനി കാണേണ്ടത്. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ എനിക്കിത് കണ്ടോട് നിൽക്കാൻ വയ്യ. ഞാൻ പോണേ. മാമനോടൊന്നും തോന്നല്ലേ? അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. ഒന്നും വിചാരിക്കില്ലേ മക്കളെ? മാമനോടൊന്നും തോന്നല്ലേ?